കുറച്ച് പുറകിലോട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ബറാഖ് ഹുസൈൻ ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഇറാനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നു. 5 വർഷത്തേക്ക് ഇറാൻ ന്യൂക്ലിയർ സംഭവങ്ങൾ ഉണ്ടാക്കത്തില്ല. JCPO എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവരികയാണ്. ട്രംപ് വന്ന ശേഷം അതെടുത്ത് ദൂരെ കളഞ്ഞു. മനസ്സിലാക്കുക, ഇറാനുമായിട്ട് ഈ കരാറ് ഒബാമ ഉണ്ടാക്കിയ ശേഷം അറബ് രാജ്യങ്ങളുമായിട്ട് ഒബാമയുടെ ബന്ധമൊന്നും വിച്ഛേദിച്ചു. കാരണം UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും മറ്റുള്ള അറബ് രാജ്യങ്ങളും ഈ കരാറിനെതിരായിരുന്നു. കാരണം ഇറാനിൻ്റെ വശം ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല, അത് പൂർണ്ണമായിട്ടും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു സൗദിയും UAEയും മറ്റുള്ള അറബ് രാജ്യങ്ങളും. പക്ഷേ പിന്നീട് നിങ്ങൾക്കറിയാം, സംഭവത്തിൻ്റെ പിച്ച് മാറി. ഇയാൾ വന്ന ശേഷം, അതായത് ട്രംപ് വന്ന ശേഷം ഈ കരാർ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് IRGCയുടെ ഇറാൻ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ സുലൈമാനി, ഇറാഖിൽ നിന്നും അയാളൊരു ഡിസ്കഷൻ കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്ത് അയാളെ അങ്ങ് തട്ടി. അപ്പോൾ അതിൻ്റെ പ്രതികാരം, അതായത് പ്രതികാരം മാത്രമല്ല, ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ വെടി തീരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയായിരുന്നു. കാരണം ഡെമോക്രാറ്റ്സിനെ പോലെയല്ല ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും നടപടിയെടുക്കുന്ന ഇറാനെതിരെ. നിങ്ങൾ വേറെ നോക്കുകയാണെങ്കിൽ, ന്യൂസ് റിപ്പോർട്ടുകളായിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏകദേശം 4-5 അമേരിക്കൻ പ്രസിഡൻറ്റിനെ ഇസ്രായേൽ പെർസ്യൂ ചെയ്തു, നിർബന്ധിച്ചു, പ്രഷറൈസ് ചെയ്തു ഇറാനുമായിട്ട് വാറുണ്ടാകണം. പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റുമാരും മുഴുവനും ഇസ്രായേലിൻ്റെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. കാരണം ഇറാൻ ഏകദേശം 40 വർഷത്തോളം അവർ സാങ്ഷൻ ആണെങ്കിൽ തന്നെ അവർ ഈ ഓയിലൊക്കെ വിറ്റ് ഈ വെപ്പൺസ്, ന്യൂക്ലിയർ വെപ്പൺസ്, ഈ സംഭവങ്ങളൊക്കെ സമാഹരിച്ചു. അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ഇറാനെ ഈ പറയുന്ന അമേരിക്കയ്ക്ക് പോലും അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. അതാണ് ഡെമോക്രാറ്റ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്ന ചരിത്രം.